गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै ശ്രീഗുരവേ നമഃ. ഓം ശ്രീ സായിരാം. അഭേദാനന്ദ സ്വാമിക്ക് 75 വയസ്സായി. അരുണാചലത്താണ് താമസം. രമണ മഹർഷി തിളച്ച പാതയിലൂടെ സാധന ചെയ്യുന്നു. പക്ഷേ ഇതുവരെ അനുഭൂതിയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കനത്ത ദുഃഖത്തിലുമാണ് അദ്ദേഹം. ഒരു ദിവസം തലയ്ക്കടി കിട്ടിയ അദ്ദേഹം പാതിരാത്രിയിൽ ചാടി എഴുന്നേറ്റു. ലൈറ്റിട്ടു. മുന്നിൽ അഗ്നിസ്തംഭം പോലെ രമണ മഹർഷി നിൽക്കുന്നു. പിന്നീട് കണ്ടത് ഭഗവാൻ സത്യസായി ബാബയെ. അതിനുശേഷം 2 രൂപങ്ങളും ഒരുമിച്ച് കണ്ടു. വിസ്മയിച്ച് നിൽക്കുന്ന സ്വാമിയുടെ മുന്നിൽ 2 രൂപവും ചേർന്ന് ഒരു പ്രകാശസ്തംഭം മാത്രമായി മാറി. അദ്ദേഹം വ്യക്തമായി കേട്ടു, ദുഃഖിക്കരുത്, മനസ്സ് ചിന്തകളാൽ ഉഴറരുത്, ധ്യാനത്തിൽ പോലും സംഘം വേണ്ട, വെറുതെ സാക്ഷിയായിരിക്കൂ, മനസ്സ് അലഞ്ഞുകൊള്ളട്ടെ, അതിനോട് താതാത്മ്യം പ്രാപിക്കണ്ട, ചിന്തകളെ നോക്കിയിരിക്കുക, സാക്ഷിയായിരിക്കുക, ശുദ്ധബോധമാണത്, നീ ആ ബോധമാണ്, തത്വം അസി, മറ്റൊന്നും തേടേണ്ടതില്ല. സാധന ചെയ്യുന്ന സാധകൻ ആരാണെന്ന് തിരക്കൂ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. ഇനി ദുഃഖിക്കരുത്, നീ ആ ആത്മസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്. ഈ സത്യം നിന്നെ വെളിപ്പെടുത്താനാണ് തലയ്ക്ക് ശക്തമായി ഞാൻ അടിച്ചത്. അതോടെ ആ ദർശനം മറഞ്ഞു, ശബ്ദം നിലച്ചു. പിന്നീട് ബാബയെ ദർശിച്ചപ്പോഴാണ് ആ ശബ്ദം ബാബയുടേതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതും. ജയ് സായിരാം. ശരിയായ സാധന ഏതു വഴിയിലൂടെയാണെങ്കിലും, ഇഷ്ടദേവൻ ആരാണെങ്കിലും, നമ്മെ നേരായ വഴി കാണിക്കാൻ പരമ്പൊരുൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഭാവത്തിൽ വന്നിരിക്കും. ഇത് നിയമമാണ്. ആ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ മനസ്സിനെ ശീലിപ്പിക്കാം. നമുക്കതിനാകട്ടെ. സ്വാമി നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ.